നമ്മുടെ രാജ്യമാകെ സമര തീച്ചുളയിലാണിപ്പോൾ. യുവജനങ്ങളും വിദ്യാർത്ഥികളും രാജ്യത്താകെ കടുത്ത പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ അട്ടിമറിയിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥക്കെതിരെ രാജ്യത്തുടനീളം വലിയ ജനരോഷമാണ് ഉയർന്നു വന്നത്. CJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഭരണകൂട ഭീകരതയെ തെല്ലും കൂസാതെ യുവാക്കൾ ശക്തവും വേറിട്ടതുമായ സമരമുറകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നോക്കിയാൽ ഓരോ ദിവസം കഴിയും തോറും സമരത്തിൻ്റെ ഊർജം ശക്തിപ്പെടുകയാണ്, കൂടുതൽ കരുത്ത് വളർന്നു വരികയാണ്, എല്ലായിടങ്ങളിലും വ്യാപിക്കുകയാണ്. നേരത്തെ ഒരു പരിഗണനയും നൽകാതെ നിസ്സംഗത പാലിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ പതറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിക്ക് തന്നെ അർദ്ധരാത്രി വീഡിയോ സന്ദേശം വഴി പ്രതികരിക്കേണ്ടി വന്നു. ഈ സമരം പ്രക്ഷോഭം ആരംഭിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ പ്രധാനമന്ത്രി പൂർണ്ണ മൗനത്തിലായിരുന്നു. കുറ്റക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു. ഇപ്പോഴും യഥാർത്ഥ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല. സമരക്കാരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ശ്രമവും അതിനിടയിൽ നടക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിരവധി കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രശ്നമാണിത്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മാനസിക പീഡനത്തിലേക്ക് തള്ളിവിട്ടതുമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര ഗവൺമെന്റിനോ ഒഴിയാനാവില്ല. ഇവിടെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നീ ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ, പ്രക്ഷോഭകര് ഉറച്ചു നിൽക്കുകയാണ്. അത് തികച്ചും ന്യായമായ കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പിന്തുണയറിയിച്ച് ലോകവ്യാപകമായി, രാജ്യവ്യാപകമായല്ല ലോകവ്യാപകമായി തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തകരും രംഗത്ത് വരികയാണ്. കർഷക, ട്രേഡ് യൂണിയൻ സംഘടനകൾ, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം പ്രക്ഷോഭത്തെ പിന്തുണക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് ആരംഭിച്ച പ്രക്ഷോഭം എല്ലാ BJP ഇതര യുവജന വിദ്യാർത്ഥി സംഘടനകൾ വൻതോതിൽ വ്യാപിപ്പിക്കുന്ന നില സ്വീകരിക്കുക. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് രാജ്യവ്യാപകമായി തന്നെ ആ പ്രക്ഷോഭം വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഡൽഹിയിലും മറ്റ് കേന്ദ്രങ്ങളിലും സമരം തുടരുന്ന മുഴുവൻ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം അറിയിക്കട്ടെ.
ഡൽഹിയിലെ സ്വർണ്ണത്തിന് ഐക്യദാർഢ്യമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഐക്യദാർഢ്യ സംഘടന പോലീസ് കേസെടുക്കുന്നത് അത് സാധാരണ ആൾക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പ്രക്ഷോഭം അതിൻ്റെതായ വഴിക്ക് നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെയോ അതിൽ പങ്കെടുക്കുന്നവരുടെയോ നേരെ കേസുമായിട്ട് വരുന്ന കാര്യം ശരിയല്ല. ഒരു വേടന്റെ കാര്യം ഒരു കേസ് എടുത്തു എന്നൊരു വാർത്ത കണ്ടു. അത് ശരിയായൊരു സമീപനമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ നിനക്ക് കൃത്യമായിട്ട് അറിയില്ല. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായിരിക്കുകയോ? ഇതില് ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാണ്. കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷണം നടന്നത്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തിന് എല്ലാ പിന്തുണയുമായിരുന്നു LDF സർക്കാർ നൽകിയിരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതാണ് നടന്നു വരുന്ന സമ്പ്രദായം. അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയൂ. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഇത്തരം നടപടികൾ SITയുടെ ഭാഗത്തുണ്ടായാൽ അതിന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് ആ സമീപനത്തിൽ ഇപ്പൊ മാറ്റം വരുത്തിയിട്ടില്ല. അതെ, ആ സംശയം എനിക്കിപ്പോ പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വസ്തുക്കൾ മനസ്സിലാക്കണം. കൂടുതൽ വസ്തുക്കൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ഏതായാലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷിക്കുന്നത്. അത് അതേ നിലക്ക് തന്നെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുക്കൾ വരുമ്പോൾ പറയാം അത്തരം കാര്യങ്ങൾ. ഇപ്പൊ അത് പറയാൻ പറ്റുന്നത് പ്രതികരിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതൊരു അനിതരസാധാരണമായ സാഹചര്യമല്ലേ? അപ്പോൾ അതൊരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയമില്ലായിരുന്നു. അതിലല്ലേ നിലപാട് പറയുന്നത്. നിലപാടല്ലേ ഞങ്ങൾ പറഞ്ഞു. SITയുടെ ഭാഗമായി നടക്കുന്ന, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ ഭാഗമായി നടക്കുന്ന നടപടികളെ ചോദ്യം ചെയ്യുന്ന നിലപാടല്ല ഞങ്ങൾ എടുത്തിരുന്നത്. അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് എടുത്തത്. അത് ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യം. തുടക്കം മുതൽ പാർട്ടി വാങ്ങിയെടുത്തത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. ഇതിപ്പം അങ്ങയോടുള്ള ബന്ധത്തിന്റെ കാരണം പണം കൊടുക്കുന്ന കർത്ത പറയുമ്പോൾ അത് അങ്ങേക്ക് എത്തിക്കേണ്ട ഒരു നീക്കം നടക്കുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. തമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, തമല ഇന്റർനാഷണൽ വിട്ടോ? തമല ഇന്റർനാഷണൽ വിട്ടോന്ന്